ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതും ബത്തേരി ബാങ്കിൽ വഴിവിട്ട നിയമനത്തിന് ഇടപെട്ട രേഖകളും പുറത്തായതോടെ MLA IC ബാലകൃഷ്ണന്റെ രാജി അനിവാര്യമായിരിക്കുകയാണ്. NM വിജയന്റെ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട തസ്തികയിൽ മറ്റൊരു നിയമനത്തിന് MLA കത്ത് നൽകിയത് കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വിശദാംശങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നവരൊക്കെ മറച്ചുവെച്ചപ്പോഴും അനൂപ് അതിനെ ഫോളോ ചെയ്യുകയും കൃത്യമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ അത് കാരണമായി തീരുകയും ചെയ്ത ഒരു സാഹചര്യം, കത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈരളി ന്യൂസിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെ ചോദ്യമുനകൾ ഉയരുന്നത്. എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? IC ബാലകൃഷ്ണന് മറുപടിയില്ല, നേതൃത്വത്തിനും മറുപടിയില്ല. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതും ഈ ബത്തേരി ബാങ്കിൽ വഴിവിട്ട നിയമനത്തിന് ഇടപെട്ട രേഖകളും പുറത്തായതോടുകൂടി MLA IC ബാലകൃഷ്ണന്റെ രാജി അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഏതായാലും നിലവിലുള്ളത്. NM വിജയന്റെ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട തസ്തികയിൽ മറ്റൊരു നിയമനത്തിന് താൽക്കാലികമായി ജിജേഷ് ജോലി ചെയ്തിരുന്ന തസ്തികയിൽ ഉൾപ്പെടെ മറ്റു നിയമനങ്ങൾക്ക് ശുപാർശയല്ല, അത് നിയമനം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള MLA ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള കത്താണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. NM വിജയനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാരണങ്ങളിലൊന്നായി NM വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ സമഗ്രമായി വിവരിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആത്മഹത്യാ പ്രേരണ കേസിൽ സുപ്രധാനമായ ഒരു തെളിവായി മാറും എന്നുള്ളതാണ്. ഈ കത്താണ് അടിസ്ഥാനപരമായി അദ്ദേഹത്തിന്റെ മാനസികമായി തളർത്തിയതും ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ള പ്രധാന സംഭവം എന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുപാർശ കത്ത് എന്ന രീതിയിൽ മാത്രമല്ല, നിയമനം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കത്താണിത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനാവും. ഏതായാലും അതാണ് ഇതിന്റെ വലിയ പ്രാധാന്യം. 29 പേർ ആണ് ഈ സീപ്പർ അഭിമുഖത്തിൽ അന്ന് പങ്കെടുത്തത്. അതിൽ നിയമനം നടത്തിയത് MLA ശുപാർശ കത്ത് പ്രകാരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ശുപാർശ കത്ത് പുറത്തു വന്നതോടെ വലിയ രാഷ്ട്രീയ വിവാദം വയനാട്ടിൽ ഉയരുകയാണ്. MLA രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി K ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കുകയാണ്. അതേസമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ കോടതി 5 ദിവസം അറസ്റ്റ് തടഞ്ഞതോടുകൂടി വയനാട്ടിൽ നിന്ന് മാറി നിന്ന IC ബാലകൃഷ്ണൻ ഇന്ന് വയനാട്ടിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കർണാടകയിലാണ് അദ്ദേഹം എന്നാണ് ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഏതായാലും ND അപ്പച്ചന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഈ വിധത്തിൽ ഒരു നിർദ്ദേശവാക്കാൽ നൽകിയിട്ടുണ്ട്. കേസ് ഡയറി ഉൾപ്പെടെ പരിശോധിച്ച് 15-ന് വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനം. NM വിജയന്റെ മരണത്തെ തുടർന്ന് പുറത്തുവന്ന പണമിടപാടുകളിൽ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ എന്നതാണ് പ്രധാനം. ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണത്തിലാണ് പോലീസ്. 30 പേരുടെ മൊഴി ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സാഹചര്യ തെളിവുകൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ എല്ലാം പോലീസിന്റെ പക്കലുണ്ട്. അതെല്ലാം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പ്രവചനാതീതമാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും ഇതാണ് ഒരു പൊതുവിലുള്ള സാഹചര്യം. ഈ കത്ത് പുറത്തു വന്നതോടുകൂടി ബാങ്കിൽ നടന്ന അഴിമതിക്ക് കൃത്യമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്, MLAക്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ വസ്തുതകളോടുകൂടി പുറത്തു വരികയാണ്. ഏതായാലും സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി കോൺഗ്രസിന് ജില്ലയിലുണ്ട്. അതേസമയം തന്നെ ഈ സംഭവങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധവും കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. KPCC പ്രശ്നത്തിൽ ഇടപെട്ടുവെങ്കിലും അത് സാമ്പത്തിക ഒത്തുതീർപ്പ് മാത്രം നടത്തിയാണ് KPCC സമിതി വയനാട്ടിൽ നിന്ന് മടങ്ങിയത്. എന്നാൽ അതിലൊതുങ്ങുന്നില്ല. ഈ IC ബാലകൃഷ്ണൻ MLAക്ക് ഈ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ, സംഘടനാ തലത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷ പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ ഒരു വിഭാഗം ശക്തമായ രംഗത്തുണ്ട്. അവരൊന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായ പ്രതിരോധങ്ങൾക്ക് മുതിരേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിലുള്ളത്. ഏതായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനകൾ കൂടി നേതാക്കൾ നൽകുന്നുണ്ട്. പൊതുപരിപാടികളിൽ നിന്ന് MLA വിട്ടുനിൽക്കുകയാണ്. അത് മറ്റൊരു പ്രശ്നമായി ഉയരുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മണ്ഡലത്തിലില്ല എന്നുള്ളത് ആ രീതിയിൽ പ്രധാനപ്പെട്ടതാണ്. MLA പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DYFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൂടി ഈ വിധത്തിൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ സമാനതകളില്ലാത്ത അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വസ്തുതകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇത് സംബന്ധിച്ച് ഇന്നും ചില സംഭവവികാസങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിയമനം നൽകിയതായി പുറത്തു വന്ന കത്തിലുള്ള അവരുടെ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടക്കാനിരിക്കുന്നു. ഏതായാലും ഈ കത്തിൽ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ സംഭവവികാസങ്ങളിൽ തുടർച്ച ഇന്നും ഉണ്ടായേക്കും. ഏതായാലും ND അപ്പച്ചനും KK ഗോപിനാഥനും IC ബാലകൃഷ്ണനും ഒന്നും ഇപ്പോഴും ജില്ലയിലില്ല. അവരെല്ലാം തന്നെ ഈ വിധത്തിൽ അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏതായാലും അറസ്റ്റാണ് കോടതി വാക്കാൽ തടഞ്ഞിരിക്കുന്നത്. എന്നാൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാം. ഏതായാലും അത്തരം നടപടികൾ പോലീസിന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി അനൂപ, ഏതായാലും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം. മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്ന ഒരു സാഹചര്യം. കൂടുതൽ തെളിവുകൾ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇതൊന്നും വലിയ കാര്യമല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നെങ്കിലും കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ കത്തിൽ പോലും അവർ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചകളിലും മറ്റും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കേൾക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി, അന്വേഷണം മുൻപോട്ട് പോകുന്നു. എന്താണ് സത്യമായി നടന്നിരിക്കുന്നത്, എന്താണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്നതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലും ദിവസങ്ങളിലും വരും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.